ഹലോ ട്രേഡേഴ്സ്, ഞാൻ വയലാരം ട്രേഡർ. ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ETH/USD ചാർട്ടുമായിട്ടാണ്. ഇന്നലെയും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ETH/USD ചാർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിട്ടിരുന്നത്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ടൈം ലിക്വിഡിറ്റി ആകുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഹൈയും ലോയുമാണ് ഞാൻ എന്ത് ചെയ്യണത്, മാർക്ക് ചെയ്യണത്. ഈ ഹൈയും ലോയും ടൈം ബേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയാണ്. അത് ഞാൻ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ താഴ്ഭാഗത്ത് മെയിൻ ലിക്വിഡിറ്റി ഉണ്ട്, മേജറായിട്ടുള്ള ലിക്വിഡിറ്റി, അത് ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ അതും മാർക്ക് ചെയ്തു. മുകളിലുള്ള മേജർ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആ രണ്ട് ഡോട്ടായിട്ടുള്ള ആ രണ്ട് വരത, അതായത് ഹൈയും ലോയും അടയാളപ്പെടുത്തിക്കണത്, അതാണ് മെയിൻ. അതാണ് ടൈം ബേസ് ലിക്വിഡിറ്റി. അപ്പോൾ ആ ടൈം ഏതാണെന്നൊക്കെ ഞാൻ വഴിയെ പറയും. അതിന് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ വിശദമായിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും ഇനി മാർക്കറ്റ് ഇപ്പോൾ താഴത്തെ ലോ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ടൈം ബേസ് ലിക്വിഡിറ്റിയാണത്. ഇനി മുകളിലത്തെ ആ ലിക്വിഡിറ്റി അത് എടുക്കും, ഷുവറായിട്ട് എടുക്കും. 90% അത് എടുക്കാനാണ് ചാൻസ്. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ കൂടുതലും. അപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. അതായത് താഴെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കൺഫർമേഷന് ഒരു FVG കിട്ടി. എൻട്രി എടുത്തു. എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ 1:2 മാത്രം നമ്മൾ വെച്ചാൽ മതി. അതാണ് നമുക്ക് നല്ലത്. അതാകുമ്പോൾ വേഗം TP അടിക്കാൻ ചാൻസ് കൂടുതലാണ്. സംഭവം മാർക്കറ്റ് മുകളിലുള്ള ലിക്വിഡിറ്റി വരെ പോകും. നമ്മൾക്ക് വലിയ അത്യാഗ്രഹമൊന്നും വേണ്ടെന്നേ, ഇതന്നെ ഇപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടാകും. അപ്പോൾ മുകളിലെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഇപ്പോൾ പോകും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. മുകളിലെ ആ ഹൈ ശ്രദ്ധിക്കുക. അതിപ്പോൾ മാർക്കറ്റ് എടുക്കുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു പഠനത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഇടുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈമും കാര്യങ്ങളും മെത്തേഡൊക്കെ മനസ്സിലാവണ്ടേ. അതിനെന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വിശദമായ വീഡിയോ ഇടും. അങ്ങനെ നിങ്ങൾക്കും പഠിക്കുക. നല്ലോണം പഠിക്കുക. നല്ലോണം പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ TP ഇട്ടായിട്ടുണ്ട്. ആ മുകളിലെ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.